വിഷയം കേരളത്തിലെ 1-ാം ക്ലാസ്സിലെ കുട്ടി വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട ഒരു വിഷയമാണെന്ന് പൊതുവേ ആളുകളുടെ അഭിപ്രായം വന്നു. എല്ലാ നിലയിലും ജനങ്ങൾ അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുന്നില്ല. കേരള മോഡലിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തന്നെ പൊതുവെ ജനങ്ങളിൽ ചർച്ച വരുന്നു. എന്തിനാണ് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. അത് സാമ്പത്തിക കാര്യമായാലും ഭരണഘടന മുറുകെ പിടിച്ച് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും കേരളം ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെക്കുന്നു. അതിനിങ്ങനെ പകവിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. അതിന് ആശയത്തെ ആശയപരമായി നേരിടല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസ ഞങ്ങൾ തരാൻ പോകുന്നില്ല, നിങ്ങൾ ഈ നിലപാടല്ലേ എടുക്കുന്നത്, എന്നാൽ കാണിച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടാണ് BJP കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ കേരളം ആകെ ഉണർന്നിരിക്കുകയാണ്. ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ, ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ മാറി നിൽക്കുന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ മനസ്സാകെ, ലോകത്തെ മലയാളികളുടെ മനസ്സാകെ ഇന്ന് ഡൽഹിയിൽ ഈ സമരത്തോടൊപ്പമാണ്. ഇത് മനസ്സിലാക്കാൻ, ഈ മാറ്റവും ഈ യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയി എന്നാണോ? പ്രതിപക്ഷത്തിന് എല്ലാവരെയും പറയാൻ പറ്റില്ല, കോൺഗ്രസിലെ എല്ലാവരെയും പറയാൻ പറ്റില്ല. ചില നേതാക്കന്മാർ അത് അവർ വലിയ വില. പക്ഷേ അതല്ലേ നേതൃത്വം എന്ന് പറയുക. അതെ, അങ്ങനെ തെറ്റായ നിലപാടെടുക്കുന്ന നേതൃത്വമൊക്കെ മാറിയിട്ടല്ലേ ഉള്ളൂ. കോൺഗ്രസിൽ തെറ്റായ നിലപാടെടുക്കുന്ന നേതൃത്വം ആ കോൺഗ്രസിനകത്തുള്ള അമർന്ന് കത്തുന്ന തീ കാണുന്നില്ല എന്ന് മാത്രമല്ല, കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോവുകയാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷവാദികളാകെ ഞങ്ങൾക്കൊപ്പമാണ്. അത് ഭാവിയിൽ കാണാൻ വേണ്ടി പറ്റും. അതിന് വലിയ സഹായമാണ് കേരളത്തിലെ ഈ പറയുന്ന സോ കോൾഡ് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ചു.